ഫ്രണ്ട്സ്, ഇവിടെ ഒരാളെ ലെഗ് വർക്കൗട്ട് ചെയ്തിട്ട് വേദനയായിട്ടിരിക്കണേന്ന്. ഇപ്പോൾ ഒരു ദിവസം വേദനയെങ്കിൽ പിറ്റേ ദിവസം ആണെങ്കിൽ വർക്കൗട്ടും ചെയ്യൂല, വേദന മാറില്ല, തടിയും കുറയില്ല. എന്ത് ചെയ്യാനാലേ? അയാളുടെ അടുത്ത് തന്നെ കൊടുക്കുക. അതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. ഇവര് നമ്മള് ബബിൾ റാപ്പൊക്കെ കിട്ടൂലേ, അത് പൊട്ടിച്ചു കൊണ്ടിരിക്കണേണ് നാണം ഇല്ലാണ്ട്. അയ്യോ, ഹലോ. ആക്ച്വലി ഞാൻ യൂട്യൂബ് ഇന്നലെ മിനിഞ്ഞാന്ന് ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇന്നലെ ഇട്ടു ഞാൻ വീഡിയോസ്. ഇന്നലെ 2 എണ്ണം ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഇന്ന് വർക്കൗട്ട് ചെയ്ത് ലെഗ് വർക്കൗട്ടായിരുന്നു ചെയ്തിട്ട് വന്നു. പിന്നെ കൈകാലൊക്കെ നല്ല വേദന. അപ്പം ഞാൻ എനിക്ക് നല്ലൊരു കണ്ടന്റ് കിട്ടിയില്ല. എനിക്ക് ഇവിടെയൊക്കെ വൃത്തിയാക്കുന്ന ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ എടുക്കണം, അല്ലെങ്കിൽ കുക്കിങ്ങിൻ്റെ ഒരു വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. എനിക്കിന്ന് തീരെ വയ്യ ഗൈസ്. ഇനിയിപ്പോൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു നല്ലൊരു കണ്ടന്റ് കിട്ടിയില്ല പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ബസ്സിലൊന്നും തൂങ്ങിപ്പിടിച്ച് കയറാൻ പറ്റില്ലല്ലോ. അല്ല, റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്താ ചെയ്യാം? ഇനിയിപ്പോൾ നാളെ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണേ എൻ്റെ യൂട്യൂബ് മുതലാളി, എൻ്റെ പൊന്നു വ്യൂവേഴ്സേ. ഇനിയിപ്പോൾ നാളെ ഞാൻ നല്ല ഒട്ടിയായിട്ട് നല്ല വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ. പിന്നെ ഞാൻ ഐലൈനർ എഴുതാറില്ല, മാഞ്ഞു പോയിട്ടാ ഞാൻ എഴുതിയ ഐലൈനർ. എന്താണ് അതിൻ്റെ ഇൻഡെക്സാ? ഇൻഡെക്സാ അങ്ങനെ എന്തോ അങ്ങനെയാണ്. ലാക്മേ അല്ലേ ഇൻഡെക്സ്. അതെടുത്ത് പിന്നെ ഒരു സംഭവം കാണിക്കാട്ടോ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, പൊട്ടിക്കല്ലേ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അതുണ്ടോ എനിക്ക് തന്നതാണ് കേട്ടോ. എൻ്റെ കോച്ച് സജ്ന എനിക്ക് തന്നതാണ് കേട്ടോ. എന്നോട് എപ്പോഴും പറയും ജിമ്മിന് പോകുമ്പോൾ എനിക്കിങ്ങനെ ഓർണമെൻറ്റ്സ് ഇടുന്നതും പിന്നെ അങ്ങനെയൊന്നും ഇഷ്ടമല്ല. അപ്പോൾ എന്നോട് പറയും നല്ല വൃത്തിയായിട്ട് കണ്ണൊക്കെ എഴുതി ലിപ്സ്റ്റിക്ക് അടക്കം ഇട്ടിട്ട് വരണം, ലിപ്സ്റ്റിക്ക് ഇടണം, കണ്ണ് എഴുതണം, കമ്മലിടണം എന്നൊക്കെ വളയിടണം എന്നൊക്കെ പറയും. അപ്പം ഞാൻ